സംസ്ഥാനത്തെ കാലവർഷം ഇന്ന് എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ചു. സാധാരണയിലും 8 ദിവസം മുമ്പേ എത്തിയ കാലവർഷം 2009 ശേഷം ഏറ്റവും നേരത്തെ എത്തിയ കാലവർഷമാണ് ഇത്തവണത്തേത്. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. 12 ജില്ലകളിൽ ഇന്ന് കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടിൽ മാറ്റമില്ല. രൂപപ്പെട്ടിട്ടുള്ള ന്യൂനമർദ്ദമാണ് കാലവർഷക്കാറ്റിനെ സജീവമാക്കുന്നത്. വെള്ളിയാഴ്ച മധ്യവടക്കൻ ജില്ലകളിലാണ് മഴ ശക്തമായതെങ്കിലും ഇനിയുള്ള ഒരാഴ്ച കേരളത്തിൽ വ്യാപകമായി മഴ ലഭിക്കും. ബംഗാൾ ഉൾക്കടലിൽ അടുത്ത 24 മണിക്കൂറിൽ രൂപപ്പെടുന്ന ചക്രവാത ചുഴിയും മഴയെ ശക്തിപ്പെടുത്തും. ഏറ്റവും ശക്തമായ ഒരു കാലവർഷ തുടക്കമായിരിക്കും ഈ വർഷത്തേത്. വയനാട്, ഇടുക്കി ജില്ലകളിലും മലപ്പുറം, കോഴിക്കോട്, കോട്ടയം ജില്ലകളുടെ കിഴക്കൻ മേഖലകളിലും പ്രത്യേക ജാഗ്രത. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനും സാധ്യതയുണ്ട്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ വരുന്ന വാരം ജാഗ്രത പാലിക്കേണ്ടതാണ്. മഴയ്ക്കൊപ്പം ഈ വാരം മുഴുവൻ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുവായ ജാഗ്രത പാലിക്കേണ്ടതാണ്. തീരദേശങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ വരുന്ന വെള്ളിയാഴ്ച വരെ ഉൾക്കടലിൽ പോകുന്നത് ഉചിതമല്ല. സർക്കാർ തല ഏജൻസികൾ നൽകുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പാലിക്കേണ്ടതുണ്ട്. സംസ്ഥാനത്തൊട്ടാകെ മഴക്കെടുതി രൂക്ഷം. തിരുവനന്തപുരത്ത് 12 വീടുകൾ തകർന്നു. 30 വീടുകൾക്ക് ഭാഗിക നാശം. 100-ലേറെ ഇടങ്ങളിൽ മരം വീണ് ഗതാഗത തടസ്സം. കോന്നിയിലും പുനലൂരിലും വീടിന് മുകളിലേക്ക് മരം വീണു. ഇടുക്കി വാളറ 6 മൈലിൽ മരം വീണ് ഗതാഗത തടസ്സം. കൂടുതൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യുക.